ഈ മലയാളത്തിൽ ഇപ്പം ഇത്രയും ക്രൂരനായ ഒരു വില്ലനെ കണ്ടിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നതോടൊപ്പം തന്നെ എല്ലാവരും പറയുന്ന ഒരു സ്റ്റൈലിഷ് എന്നെല്ലാവരും പറയുന്നു. അപ്പൊ ആ ഒരു സ്റ്റൈലിന് പിന്നിൽ അബിയുടെ തന്നെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്? അല്ല, ഞാൻ എൻ്റെ ഇപ്പൊ സ്റ്റൈലായാലും സ്വാഗാണെങ്കിലും എല്ലാം ഹനീഫ് സാറിന്റെ കാഴ്ചപ്പാടാണ്. മീൻ ആ ക്യാരക്ടറിന് ഇന്നത് വേണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനുശേഷം ഹനീഫ് സാറോട് ഇരുന്ന് എങ്ങനെയാണ് ഈ ക്യാരക്ടർ, എന്തൊക്കെയാണ് ഈ റസൽ എന്നുള്ള ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണ്, അയാളുടെ ഫുൾ ആറ്റിറ്റ്യൂഡ് എടുത്താണ്, സ്റ്റൈൽ സ്വാഗാണ്, ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരു US നിന്ന് വന്ന ഒരു കെമിക്കൽ എഞ്ചിനീയർ, അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ നീ ആ രീതിക്ക് വേണം മൊത്തം ചെയ്യാൻ. അപ്പോൾ ഞാൻ ശരി, അപ്പോൾ ഇതിനു വേണ്ടി എങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ ഇരുന്ന് കണ്ടിട്ട് മുമ്പിലിരുന്ന് എങ്ങനെയൊക്കെ എനിക്കിതിനെ ചെയ്യാം എന്നൊക്കെ ഞാൻ പിന്നെ അല്ലാതെ കുറേ റെഫറൻസുകൾ കുറേ ചെക്ക് ചെയ്തു. പിന്നെ അച്ഛൻ കുറേ എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നു. അച്ഛൻ കുറേ പറഞ്ഞു. അച്ഛൻ ഫസ്റ്റ് പറഞ്ഞു തന്നതല്ല, ഹനീഫ് ഉദ്ദേശിക്കുന്നത് മൊത്തം സ്വാഗ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അപ്പോൾ നീ ലുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ അതിനകത്ത് ഓരോ ലുക്ക് എടുത്ത് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ടുള്ള ഓരോ ലുക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നോക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടാണ് ആ ഷാർപ്പായിട്ടുള്ള ലുക്സ് ഒക്കെ ഞാൻ കൊടുത്തതെല്ലാം. അച്ഛൻ്റെ ഇത് തന്നെ, ആ പുള്ളി പറഞ്ഞത് കുറെ ടിപ്സ് ആണ് അതെല്ലാം. കാരണം ഈ സിനിമ കണ്ട പലരും, ഞാൻ അബീനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും, ഇപ്പം ഞങ്ങളുടെ ഈ ക്രൂവിൽ തന്നെ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞത് തരും ഒന്നും നിങ്ങളെക്കുറിച്ച് പറയാനില്ലാന്ന്. അത്രമേൽ അത് പെർഫെക്റ്റ് ആക്കി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ അബി? ഫസ്റ്റ് സിനിമ വില്ലനെ അത്രമേൽ ആൾക്കാർ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയായാലും എത്ര സിനിമ കഴിഞ്ഞാൽ പോലും ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മലയാളികൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു നിങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത്. പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല, എനിക്ക് ഇപ്പൊ ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹനീഫ് സാർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഹനീഫ് സാർ കറക്റ്റായിട്ട് എന്നെ യൂസ് ചെയ്തു. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ക്യാമറയുടെ ബാക്കിൽ നിന്ന് അച്ഛനൊക്കെ അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, കണ്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. ക്യാമറയുടെ മുമ്പിൽ നിന്നല്ല എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം പോയിട്ട് ഫോട്ടോ എടുക്കുന്നുള്ളതല്ലാതെ ഇങ്ങനെ സംബന്ധിച്ച് യാതൊരു എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പം ഞാൻ അവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഹനീഫ് സാർ എന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു എന്നുള്ള, ആ ഡയറക്ടർ എന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു, ഡയറക്ടർ ആ ആക്ടറിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഹനീഫ് സാറിന് തന്നെയാണ്. ഇത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാ ബിഗ് സ്ക്രീനിൽ ആദ്യത്തെ സീൻ കണ്ടപ്പോൾ എന്തായിരുന്നു ഉള്ളി എന്നുള്ളൊരു? അത് ഭയങ്കര പേടിച്ചില്ല. ഞാൻ തിയേറ്ററിലോട്ട് വരുമ്പോഴേ നെഞ്ചൊക്കെ ഇടിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ എനിക്ക് പറ്റുന്നില്ല, ആളുകളെല്ലാം നിൽക്കുന്നത്, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഫസ്റ്റ് സീൻ കാണിച്ചപ്പോഴും ഞാൻ പല്ലൊക്കെ അടിച്ചിരിക്കുമല്ലോ, എന്തൊക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല അഭിനയിച്ചു. എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ എനിക്ക് ഒരവസരം കൂടെ തന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ മാർക്കോ ഒന്നുകൂടെ എൻ്റെ ക്യാരക്ടർ ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാമെന്ന് എനിക്ക് ഒരുപാട് എടുത്ത് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്നിൽ കാണുമ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പ്രതീക്ഷ അതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ആക്കാറുണ്ട്. കാരണം ഫസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, മനസ്സിലായി. എനിക്ക് സീറോ ഐഡിയ. പാരന്റ്സിന്റെ കൂടെ തന്നെയാണ് ആദ്യത്തെ ഷോ കണ്ടത്? ഫസ്റ്റ് ഡേ അച്ഛനും അമ്മയും ഫ്രണ്ട്സും പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ പോയി കണ്ടത്. അയ്യോ, അതൊരു വല്ലാത്തല്ലേ ഇപ്പോഴും ആലോചിക്കുമ്പോ. അതുപോലെ തന്നെ എല്ലാവരും ഈ കമന്റുകളുടെ കാര്യം പറഞ്ഞല്ലോ, ഏറ്റവും പറയുന്നത് സൗണ്ട്, സ്ക്രീൻ പ്രസൻസ്, സൗന്ദര്യം, അങ്ങനെ തുടങ്ങി എല്ലാം ഉള്ള ഒരാൾ എന്നുള്ളത്. അതൊരു അമിത പ്രതീക്ഷയല്ലേ ശരിക്കും? അതെന്ന് വെച്ചാൽ ഇനിയുള്ളതിനകത്ത് അതുപോലെ കൊടുക്കണമെന്നില്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആവും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പേടിയാണ്. ഇത്രയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഫിലിം ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ എൻ്റെ ഈ ഒരു ക്യാരക്ടർ എല്ലാവരും വെറുക്കുമെന്നാണ് ഞങ്ങളെല്ലാവരും, ഞാനായാലും സിനിമ എടുത്ത സമയത്ത് അവരെല്ലാം പറഞ്ഞു നിന്നെ ഇനി സ്ത്രീകളൊക്കെ വെറുക്കും, നിനക്ക് പെണ്ണിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. സിലിണ്ടർ സീനൊക്കെ എല്ലാം അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ ആരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്നാലും അങ്ങനെ വേണ്ടായിരുന്നു എന്ന്. അല്ല, നിങ്ങൾ ഇപ്പൊ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് കണ്ട ചുറ്റും നിൽക്കുന്നതിന്റെ ക്രൂ ആൾക്കാരൊക്കെ പറയുന്നു അങ്ങനെ അല്ലായിരുന്നു, അതിലും മേലെ കൊല്ലേണ്ടിയിരുന്നു, അങ്ങനത്തെ കമന്റ് കേട്ടിരുന്നില്ലേ? ഇഷ്ടം പോലെ. നിങ്ങൾ അങ്ങനെ ഒന്നും അറിയുന്നില്ല കൊല്ലേണ്ടത്, കുറച്ചുകൂടെ ആയിട്ട് കൊല്ലണം. ആ മാർക്കോ പറഞ്ഞല്ലോ, ചോര കൊണ്ട് എന്താണ്, ചോര കൊണ്ട് എന്താ കുളിപ്പിച്ച് കൊല്ലണം, ചോര കൊണ്ട് കുളിപ്പിച്ച് കൊല്ലണം, ഇങ്ങനെ ഹൃദയം എടുത്തിട്ട് ഒന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക്.